സമരാജ്ഞിയുടെ നായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവറുകളെ, കെ സുധാകരൻ അവറുകളെ, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവറുകളെ, ബഹുമാന്യനായ പി ജെ കുര്യൻ സാർ, എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ജെബി മേത്തർ, വേദിയിലെ ആദരണീയരായ നേതാക്കളെ, പ്രിയമുള്ള സുഹൃത്തുക്കൾ, കെ പി സി സിയുടെ ആദരണീയനായ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ നയിക്കുന്ന സമരാജ്ഞി പതിനായിരങ്ങളുടെ വരവേൽപ്പ് ഏറ്റുവാങ്ങിയാണ് പത്തനംതിട്ട ജില്ലയിലേക്ക് കടന്നു വന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരെ ഉയർന്നു പൊങ്ങുന്ന ജനരോഷം, ആ ജനരോഷം മഹാപ്രവാഹം പോലെ ഈ നഗരവീഥികളിലേക്ക് കൊത്തിയൊലിച്ചെത്തിയപ്പോൾ പതിനായിരങ്ങൾ ഈ സമരാജ്ഞിയിൽ അണിചേരുകയാണ് ഉണ്ടായത്. ഒരു കൂട്ടർ അധികാരത്തിൽ വരാൻ നമ്മളോട് പറഞ്ഞു അച്ഛാദിനായേക്കാം, മറ്റൊരു കൂട്ടർ നമ്മളോട് പറഞ്ഞു എല്ലാം ശരിയാക്കിയിട്ടില്ല. അച്ഛാദിനായേക്കാം എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പറഞ്ഞ ഉറപ്പുകൾ, ആ ഉറപ്പുകളെല്ലാം ജലരേഖകളായി. 1 വർഷം 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകും, ഡീസലും പെട്രോളും 50 രൂപയ്ക്ക് നൽകും, പാചകവാതകത്തിന്റെ വില 300 രൂപയാക്കും, സ്വിസ് ബാങ്ക് അക്കൌണ്ടിൽ കിടക്കുന്ന കോടാനുകോടി രൂപ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരന്റെയും അക്കൌണ്ടിൽ 15 ലക്ഷം രൂപ നൽകും. അങ്ങനെ നിരവധിയായ വാഗ്ദാനങ്ങളാണ് അന്ന് നൽകിയത്. ആ വാഗ്ദാനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു മോദിയുടെ ഗ്യാരണ്ടി. ഇപ്പോൾ പുതിയ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയിൽ ഈ നാടിന് വിശ്വാസമില്ല എന്ന് തെളിയിക്കുന്ന മഹാപ്രവാഹമാണ് ഇവിടെ ഉണ്ടായത്. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാർ, 60 വർഷം ഭരിച്ച ഈ സംസ്ഥാനത്തെ ഭരണകൂടങ്ങൾ 1,32,000 കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യതയാക്കിയെങ്കിൽ 7.5 വർഷം കൊണ്ട് 4,32,000 കോടി രൂപയെ കടബാധ്യതയാക്കി ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികളുടെയും കയ്യിൽ 1.5 ലക്ഷം രൂപ ബാധ്യത വരുത്തിവെക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. ആ ബാധ്യതയ്ക്കെല്ലാം കാരണക്കാരനായ ഒരാൾ ഇതിലൂടെ രൂപയിട്ട് ഇതിലൂടെ നടക്കുന്നു. അദ്ദേഹം ഇപ്പൊ പറയുന്നു 50,000 ആളുകൾക്ക് ഞാൻ തൊഴിൽ കൊടുക്കാൻ പോവുകയാണ്. 10 വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖമാക്കി കളഞ്ഞ ഒരു ഭരണകൂടത്തിന്റെ പ്രതിനിധി ഇന്നിവിടെ വാഗ്ദാനങ്ങൾ കോരിച്ചൊരിയുകയാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ 2 ഭരണകൂടങ്ങൾക്കെതിരെയുള്ള കത്തിജ്വലിക്കുന്ന പ്രതിഷേധാഗ്നിയാണ് ഇവിടെ ഉയർന്നു പോകുന്നത്.